ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷോർട്സിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. OGTക്ക് പോണ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനകത്തുനിന്നൊരു കമൻറ്റാണ് എന്തുവാ OGT, എന്തിനാ പഠിക്കുന്നേ, VHSC ആണോ പഠിക്കുന്നേ, അങ്ങനെ ഒരുപാട് കമൻറ്റ് വന്നായിരുന്നു. ഒരുപാടല്ല, ഒരു കമൻറ്റ്. അപ്പോൾ ആ കമൻറ്റിനുള്ള റിപ്ലൈ ആണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് എന്നാ പറയാൻ, ഞാൻ പഠിക്കുന്നത് BSc മാത്തമാറ്റിക്സ് ആണ്. സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്, അല്ലാതെ VHSC കോഴ്സ് അല്ല പഠിക്കുന്നത്, ഡിഗ്രിയാണ് പഠിക്കുന്നത്. പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, കുറച്ച് കാര്യങ്ങൾ അറിയാം, അത് ഞാൻ പറഞ്ഞുതരാം. സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു കോഴ്സാണ്. നമുക്കിതിൽ ഫീസ് അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് കയറുന്ന സമയത്ത് നമ്മളൊരു 1000 രൂപ അടയ്ക്കേണ്ടി വരും. അത് നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും അവർ നമുക്ക് 1000 രൂപ തിരിച്ചു. ഒരുപാട് നാളത്തെ കോഴ്സൊന്നും ഇല്ല ഇത്. ഞങ്ങൾക്കിപ്പോൾ ജൂലൈ തുടങ്ങി ജനുവരിയിൽ എക്സാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് 10th കഴിഞ്ഞ് +1 കയറിയ കുട്ടികൾ തൊട്ട് 23 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് അവർ ഏജ് ലിമിറ്റ് വെച്ചേക്കുന്നത്. ഏജ് ലിമിറ്റാണ് അവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ലോങ് വീഡിയോ ഇടുന്നത്, അതുകൊണ്ട് കുറച്ച് തെറ്റൊക്കെ എനിക്ക് സംഭവിക്കും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പം നമുക്ക് ബാക്കി തുടരാം. ആദ്യം തന്നെ നമ്മളൊരു 1000 രൂപ അവർക്ക് അടയ്ക്കേണ്ടി വരും. അത് നമുക്ക് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർ നമുക്ക് തിരിച്ചു തരും. ആ 1000 രൂപ അടയ്ക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കോഴ്സ് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകത്തില്ല എന്നവർക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1000 രൂപ അടയ്ക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കോഴ്സ് തുടങ്ങിയത് ജൂലൈയിലായിരുന്നു. ജൂലൈ തൊട്ട് നമുക്ക് നവംബർ വരെ തിയറി ക്ലാസ് ആയിരുന്നു. തിയറി ക്ലാസ് കഴിഞ്ഞ് ഡിസംബറിലാണ് നമുക്ക് OGT തുടങ്ങിയത്. OGT എന്ന് വെച്ചാൽ ഇൻറ്റേൺഷിപ്പാണ് കേട്ടോ. ഇൻറ്റേൺഷിപ്പാണ് OGT എന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ മിസ്സാണ് OGT എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ OGT എന്ന് പറയുന്നത്. ഇൻറ്റേൺഷിപ്പിനെയാണ് OGT എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഡിസംബറിൽ OGT തുടങ്ങി. OGT നമുക്കൊരു 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ക്ലാസ് ഉള്ളതും ശനി ഞായർ മാത്രമാണ്. കാരണം നമുക്ക് കോളേജിലെ ക്ലാസ് ഉണ്ടല്ലോ, മൺഡേ ടു ഫ്രൈഡേ. അപ്പോഴത്തേക്ക് ബാക്കി നമുക്ക് ഈ വീക്കെൻഡിലാണ് ഈ ക്ലാസ് വരുന്നത്, സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ക്ലാസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ ക്ലാസ് വയ്ക്കും അവർ. കാരണം നമുക്ക് ഇത്രയും നാളുകൊണ്ട് നമുക്ക് ഈ കോഴ്സ് പഠിച്ച് തീരണം, അതുകൊണ്ട്. അതുപോലെ നമുക്ക് OGT വരുന്നതും സൺഡേ സാറ്റർഡേ OGT ഉള്ളതും. നമുക്ക് 10 ദിവസത്തെ OGT ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ജൂലൈ തൊട്ട് നവംബർ വരെ തിയറിയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് നമുക്ക് ലാപ്ടോപ്പ് അവൈലബിൾ ആണ്. കാരണം ഞങ്ങൾ GST അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സാണ് പഠിക്കുന്നത്. അപ്പോഴേക്ക് ആ ലാപ്ടോപ്പിൽ നമുക്ക് എഡ്യൂക്കേഷൻ മോഡിൽ വർക്കൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ നമ്മൾ OGTക്ക് പോകുമ്പോഴത്തേക്കും നമുക്കത് എഡ്യൂക്കേഷൻ മോഡ് മാറി നമുക്കത് വർക്ക് മോഡിൽ ചെയ്യാൻ പറ്റില്ല. വർക്ക് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അതുപോലെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ തിയറി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെല്ലാം നമുക്ക് OGTക്ക് പോകുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. OGT കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ജാനുവരിയിൽ എക്സാമാണ്. ജാനുവരി എക്സാം എന്ന് പറയുമ്പം തിയറി എക്സാം ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, വൈവ ഉണ്ട്, എക്സ്പേർട്ട് ഇൻട്രാക്ഷൻസ് ഒക്കെ കാണും. ഇപ്പം ഞാൻ പഠിക്കുന്നത് GST അസിസ്റ്റൻ്റ് ആണല്ലോ. ആ സമയത്ത് ഈ GST അസിസ്റ്റൻ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ കൊണ്ടുവന്നിട്ട് നമുക്ക് ക്ലാസ് എടുപ്പിക്കും. ഞങ്ങൾക്കൊരു 4 ക്ലാസ് അതേപോലെ ഉണ്ടായിരുന്നു. അതുപോലെ ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ചേരാൻ പറ്റുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ HOD ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞത്. അതുപോലെ തന്നെ പത്രത്തിൽ പരസ്യം വന്ന് അത് കണ്ട് വന്നവരും ഉണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ. അങ്ങനെ നമ്മളിപ്പോൾ ഈ കരിയർ ഇൻഫോ പോലുള്ള വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ഇതേപോലുള്ള മെസ്സേജുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻഫോർമേഷൻസൊക്കെ അറിയാൻ പറ്റും നമുക്ക് ആ ക്ലാസ്സിൽ ചേരാൻ വേണ്ടിയിട്ട്. പ്രിൻസിപ്പാളിൻ്റെ സമ്മതപത്രമൊക്കെ കൊടുക്കണം നമ്മുടെ കോളേജിൽ. അങ്ങനെ അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവർ നമുക്കൊരു ഇൻ്റർവ്യൂ വിളിച്ച്, എന്നിട്ട് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ വലിയ ഇൻ്റർവ്യൂ ഒന്നും അല്ല, നമുക്ക് ആ കോഴ്സുമായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ, നമ്മളിത് പകുതി വെച്ചിട്ട് കളഞ്ഞിട്ട് പോവോ എന്നൊക്കെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, ചെറിയൊരു ഇൻ്റർവ്യൂ. അങ്ങനെ നമുക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് അവർ സെലക്ഷൻ എത്ര പേരൊക്കെ സെലക്റ്റായി ആ ലിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ അയച്ചിരും. അവർ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കും. അപ്പം ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് പരിഹരിച്ച് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.